7-ാം തീയതി രാവിലെ 6 മണി, 7-ാം തീയതി വെളുപ്പിലെ 1:30 മണി വരെ മോളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സംസാരിച്ച് രാവിലെ 6 മണിയായപ്പം 3 പ്രാവശ്യം ഫോൺ വന്നു. ഹോസ്പിറ്റലിൽ നിന്ന് അവരെ വിളിച്ചത്. അപ്പം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പുള്ളിക്ക് ഒറ്റയ്ക്ക് അവിടെ നിന്ന് സുഖമില്ലാണ്ട് ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് നേരെ ഹോസ്പിറ്റലിൽ വന്നു. ഹോസ്പിറ്റലിൽ വന്നപ്പോഴേ അറിയുന്നത് ഹാർട്ട് അറ്റാക്ക് എന്നുള്ള കാര്യം. അപ്പോൾ തന്നെ അവർ ICUവിൽ കയറ്റിയിട്ടാണ് ഞങ്ങളെ വിളിച്ചത്. ആൻജിയോഗ്രാം ചെയ്യാൻ പോകുന്നു. ആൻജിയോഗ്രാം ചെയ്യുന്ന സ്പീഡിൽ തന്നെ ആൻജിയോപ്ലാസ്റ്റി അവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ശരി, അന്വേഷിച്ച് നമുക്ക് വേറെ കാണാൻ പറ്റിയില്ല. അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞ ടിക്കറ്റ് 8 മണിയപ്പം മോളുടെ കൂട്ടുകാരുടെ അച്ഛന് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തന്നായിരുന്നു. നിങ്ങൾ പെട്ടെന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തേക്ക് ടിക്കറ്റ് ഇല്ല. തൊട്ടടുത്ത ദിവസം 8-ാം തീയതി ഞങ്ങൾ പോകാൻ വേണ്ടി എയർപോർട്ടിൽ രാവിലെ 5 മണിക്ക് എത്തി. 5 മണിക്ക് എത്തിയപ്പോൾ സമയത്താണ് ഇങ്ങനെ സ്ട്രൈക്കിൻ്റെ കാര്യം ഞങ്ങൾ അറിഞ്ഞതും. അന്ന് പോകാൻ പറ്റാണ്ട് അവിടെ കിടന്ന് നമ്മൾ നന്നായിട്ട് പറഞ്ഞു, സീരിയസ് ആണ്, ഞങ്ങൾക്ക് ഒന്ന് കാണണം, മോളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഞങ്ങളവിടെ സംസാരിച്ചു. പക്ഷെ ആരും അത് കയ്യേറാൻ നിന്നില്ല. തിരിച്ച് നമ്മൾ കുറേ ഫൈറ്റ് ചെയ്ത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് മേടിച്ചിട്ട് 10-ാം ടിക്കറ്റ് ഏറ്റിട്ട്. അപ്പോൾ 10-ാം ടിക്കറ്റ് ഏറ്റിട്ടപ്പോൾ നമ്മൾ അറിയുന്നില്ല അങ്ങോട്ട് പോകാൻ വേണ്ടി 10-ാം ടിക്കറ്റ്. അപ്പോൾ നമ്മൾ സമ്മതിക്കുന്നില്ല. ഇന്ന് കാണാനുള്ള സീരിയസ് ആയിട്ട് കിടക്കുന്ന ആളിനെ ഇന്ന് ചെന്ന് കാണാണ്ട് എങ്ങനെയാണ് ഞങ്ങൾ 10-ാം ടിക്കറ്റ് നിങ്ങൾക്ക് ടിക്കറ്റ് എന്ന് ഒരേ മാതിരി തൊട്ടടുത്ത ദിവസം നമ്മുടെ ഭാഗം പൊത്താനായിരിക്കും. തൊട്ടടുത്ത ദിവസം ടിക്കറ്റ് തന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് നാളെ കയറി പോകാൻ പറ്റും, നാളെ രാവിലെ 8:30 ഫ്ലൈറ്റ് നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഇതുപോലെ രാവിലെ, അന്ന് നമുക്ക് പുള്ളിയെ കാണാൻ പറ്റില്ല. ആരെങ്കിലും പുറത്തു നിന്ന് എന്തെങ്കിലും സംസാരിച്ച് എങ്ങനെയുണ്ടെന്ന് അങ്ങനെ പറയുന്നല്ലാണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് കാണുന്നില്ല, ഫോണിൽ കൂടെ കാണുന്നില്ല. ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ പറയുന്നു കുറവുണ്ട്, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു, വെറുതെ കിടക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ഞങ്ങൾ രാവിലെ 8 മണിക്ക് പോവുകയാണ്. 5 മണിക്ക് എയർപോർട്ടിൽ പോകണം, 8:30 ഫ്ലൈറ്റിൽ. അവിടെ ചെന്ന് കയറിയപ്പോൾ അപ്പോഴും പറയുന്നു ക്യാൻസലായി പോയെന്ന്. എയർ ഇന്ത്യയുടെ മാനേജർ വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ക്യാൻസലായിപ്പോയി. അപ്പം ഞങ്ങൾ പറയാണ്, ഞങ്ങൾക്ക് സീരിയസ് ആയിട്ട് കിടക്കുന്ന ഒരാളെ കാണാൻ പറ്റും. ഈ 2 കുഞ്ഞുങ്ങൾ, അവൻ്റെ ഒരു മരം കൊണ്ട് ഇവള് പഠിക്കുന്നതും വാടക വീട്ടിലാണ് ഞങ്ങൾ കിടക്കുന്നത്. ഈ 2 കുഞ്ഞുങ്ങളെ നീ അവളെ എങ്ങനെ വളർത്തും? അവർ ഒരു കാരണം കാണിച്ചിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും ചെന്ന് കണ്ടിരുന്നെങ്കിൽ, ജീവനെങ്കിലും കൂടെ ഒറ്റപ്പെട്ടു പോയില്ല, കൂടെ ആളുണ്ടെന്നുള്ള തോന്നലെങ്കിൽ അവരുണ്ടായിപ്പോയേനെ. നമ്മളടുത്ത് കാണിച്ച ക്രൂരതയല്ലേ. നമ്മൾ 100 പ്രാവശ്യം തൊട്ട് ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് ഞങ്ങളെ കയറ്റി വന്ന് കാലി വീഴുന്ന പോലെ നമ്മൾ സംസാരിച്ചത്. എന്നിട്ട് ആരും മൈൻഡ് ചെയ്തില്ല. ഇത്രയും സീരിയസ് ആയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ചെന്ന് ഒരു പക്ഷേ മോളെ കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ദുരന്തം വരത്തില്ലായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ ഇതിനൊക്കെ നീ വളർത്തിയെടുക്കണ്ട. അവൻ്റെ ഒരു വരുമാനം കൊണ്ട് അവൾ പഠിക്കുന്നതും ഇത് വാടക വിട്ട് ഞങ്ങളും കിടക്കുന്നു. ഈ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ എങ്ങനെ വളർത്തും? എയർ ഇന്ത്യക്കാരുടെ സമാധാനം പറഞ്ഞേ പറ്റൂ. അവരുടെ ഒറ്റ പ്രശ്നം കാരണമാണ് എൻ്റെ മോക്കൊരു ജീവിതം പോയി കിട്ടിയത്. ഞങ്ങൾ ആരടുത്ത് പറയാം? ഞങ്ങൾ അത്രയും അന്ന് ഫ്ലൈറ്റ് എല്ലാ ചാനലുകാരുണ്ട്, ഞങ്ങൾ അത്രയും ഫൈറ്റ് ചെയ്ത് മോള് വായിട്ടടിച്ച് ഞാൻ വായിട്ടടിച്ച് നിങ്ങൾക്ക് പോയേ പറ്റും, എങ്ങനെയെങ്കിലും അടുത്ത ഫ്ലൈറ്റിലെങ്കിലും കയറ്റി വിടാൻ. ഈ കുഞ്ഞുങ്ങളെ നീ ആയിരുന്നു എത്ര തന്നെ നോക്കിയാലും അച്ഛനല്ലാണ്ടാവും. പരാതി കൊടുക്കും ഞങ്ങൾ. അവരൊറ്റ കാരണം കൊണ്ട് ഇന്ന് മോള് പോയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇതൊന്നും സംഭവിക്കും. ഒറ്റപ്പെട്ട് 2 ദിവസം റൂമിനകത്ത് ഒറ്റയ്ക്കായിരുന്നു. ICUവിൽ ആരുമില്ല, ഒറ്റയ്ക്കാണ് കിടന്നത്. ഈ ആരെങ്കിലും കാണുമ്പോൾ സംസാരിക്കുമ്പോഴും നമ്മൾ വിശേഷങ്ങളൊക്കെ അറിയുന്നത്, അല്ലാണ്ട് അകത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അവരെന്തായാലും നമുക്ക് സമാധാനം പറഞ്ഞേ പറ്റൂ. എൻ്റെ കുഞ്ഞിനെങ്കിലും പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ അവളെങ്കിലും ഒരു നോക്കും ജീവനോടെ കണ്ടുപോയേനെ.